ഹായ്, ഇന്നത്തെ വീഡിയോ കോടനാട് എലിഫൻറ്റ് പാർക്കും കാപ്രിക്കാട് സൂയിലും നമ്മൾ പോയ ഒരു ചെറിയ വിശേഷമാണേ. നമ്മൾ പോയതിൻ്റെ അനുബന്ധിച്ചായിരുന്നു വേൾഡ് ഫോറസ്റ്റ് ഡേ. അപ്പോൾ നമ്മൾ എൻട്രൻസിലോട്ട് കയറുമ്പോൾ തന്നെ അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ 2 പേര് ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാൻ വേണ്ടി നിൽപ്പുണ്ട്. ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചു, ഞാനൊന്നും പറഞ്ഞില്ല, സ്വാഭാവികം. എന്തോ കുറേയൊക്കെ ചോദിച്ചു ആ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട്. ഒരെണ്ണത്തിന് എന്തോ ഉത്തരം പറഞ്ഞു, വേറെ ഒന്നും അറിയത്തില്ല. പിന്നെ അവിടെ നമ്മൾ ഉള്ളിലോട്ട് എൻട്രൻസ് കയറി വരുമ്പോഴത്തേനും റൂട്ട് മാപ്പ് കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് ചുറ്റി കാണേണ്ടതെന്നും ഉള്ളതിൻ്റെ ഒരു ഐഡിയ. നമ്മൾ ഈ വഴി ഇങ്ങോട്ട് കയറി ചെല്ലുമ്പോഴേ അവിടെ എൻട്രൻസ് ഫീസ് ഉണ്ട്, അതെടുക്കണം. അതിൻ്റെ ഓഫീസാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ എൻട്രൻസ് ഫീസ് എടുത്ത് ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ ബട്ടർഫ്ലൈ ഗാർഡനാണ്. 2 സൈഡിലും ബട്ടർഫ്ലൈ ഗാർഡനാണ്. നമ്മുടെ ഭാഗ്യം കൊണ്ടാണോ നിർഭാഗ്യം കൊണ്ടാണോ ഒരു ബട്ടർഫ്ലൈ പോലും കണ്ടില്ല. പേര് മാത്രമേ കണ്ടുള്ളൂ ബോർഡിൽ, അല്ലാണ്ട് അവിടെ ഒരു പൂമ്പാറ്റ പോലും പറക്കുന്നത് കണ്ടില്ല. കുറേ ചെടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷേ ഇതിനകത്തൊന്നും ഒരു പൂമ്പാറ്റ പോലും കണ്ടിട്ടില്ല. ഭാഗ്യമില്ല. ആരെങ്കിലും ഇവിടെ പോയിട്ട് പൂമ്പാറ്റയെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റിയില്ല. അപ്പം ആ കാര്യമൊക്കെ ഞാൻ ഇങ്ങനെ ഏട്ടനോട് പറയുമായിരുന്നു. നമ്മുടെ ഇവിടെയൊക്കെ തന്നെയുള്ള ചെടിയും കാര്യങ്ങളൊക്കെയാണ് അവിടെ അകത്തൊക്കെ ഉള്ളത്, വെറൈറ്റി ആയിട്ടൊന്നും കണ്ടൊന്നുമില്ല. അപ്പോൾ നമ്മളങ്ങനെ നടന്ന് അങ്ങ് പോവാണ്. ഇത് ഏകദേശം പെരുമ്പാവൂരിന് അടുത്താട്ടോ. പെരുമ്പാവൂർ വരുവാണെങ്കിൽ നമുക്ക് എന്തായാലും ഇത് കണ്ടിട്ട് പോകാനുള്ളൊരു സ്ഥലം തന്നെയാണ്. കുറേ ആനകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ സൂ ഉണ്ട് അകത്ത്, അവിടെ കുറേ ആനിമൽസ് ഉണ്ട്. പക്ഷെ ബട്ടർഫ്ലൈ ഗാർഡൻ കാണുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. അത് കയറി ചെല്ലുമ്പോഴാണ് നമ്മൾ കണ്ടപ്പോഴാണ് മനസ്സിലായത്. വെറൈറ്റി ഓഫ് ബട്ടർഫ്ലൈസിൻ്റെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ നമ്മളൊന്നും കണ്ടില്ല. അങ്ങനെ ബട്ടർഫ്ലൈ ഗാർഡനൊക്കെ കഴിഞ്ഞ് നമ്മൾ കാപ്രിക്കാട് സൂവിൻ്റെ എൻട്രൻസ് ആണിത്. ഇതെല്ലാം ആ ഒരൊറ്റ പ്ലോട്ടിലാട്ടോ. അപ്പം മറ്റേ ബട്ടർഫ്ലൈ ഗാർഡനിൽ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞ് നെക്സ്റ്റ് ഉള്ളൊരു സെക്ഷനാണിത്. വെൽക്കം ബോർഡ് ഉണ്ട്. അപ്പം നമ്മൾ ഈ കാടിൻ്റെ ഉള്ളിലൂടെ പോയി കഴിയുമ്പോഴാണ് സൂവും എലിഫൻറ്റ് കേവും ഒക്കെ ഉള്ളത്. 2 സൈഡും വനമാട്ടോ, വേറെ ജീവികളൊന്നുമില്ല. എന്നുവെച്ചാൽ അവരെല്ലാം നല്ല ബൗണ്ടറിയൊക്കെ വെച്ചെല്ലാം സെറ്റ് ചെയ്തേക്കുവാണ്, പേടിക്കാനൊന്നുമില്ല. നല്ല അകത്തോട്ട് കണ്ടു. നമ്മൾ നേരെ കാണുമ്പോൾ തന്നെ ഇല്ലിയുടെ ആ ഒരു ഇതാണ് കൊടുത്തേക്കുന്നത്. ഇല്ലി മുളയും എല്ലാം നല്ല ഭംഗിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഞങ്ങളൊരു സൺഡേ പോയത്, അപ്പോൾ അത്യാവശ്യം ആൾക്കാരും എല്ലാം ഉണ്ടായിരുന്നു. ഉണ്ടോ 2 സൈഡിലായിട്ട് നമുക്കിത് മൃഗങ്ങളെ കാണാം. ഇത്ര ഏരിയ ഒരു സെറ്റ് മൃഗങ്ങൾക്ക് വേണ്ടി കൊടുത്തേക്കുക. ഇത് മാന, ഒരു പ്രത്യേകതരം മാന. അപ്പുറത്തെ സൈഡിൽ വേറെ ആനിമലാട്ടോ. 2 സൈഡ് 2 ഇതാ. ഇവിടെയൊക്കെ നിന്ന് നമുക്ക് നല്ല ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയൊരു പ്ലേസാണേ. പിന്നെ ഓരോ മൃഗത്തിൻ്റെ അങ്ങോട്ടുള്ള അവിടുത്തെ ബോർഡ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ പേരും അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം. അതാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് സാമ്പാർ ഡിയർ എന്ന് പറയുന്ന ഒരു ഡിയറാണ്. കുറേ എണ്ണം വിശ്രമിക്കുന്നു, കുറേ എണ്ണം അവിടെ ഉലാത്തുന്നു. കുറേ പേര് വെള്ളം കുടിക്കുന്നു. അങ്ങനെ കുറേ കാഴ്ചകൾ കാണാം. അതുങ്ങളൊക്കെ അവിടെ നിന്ന് തീറ്റ തിന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ പേര് കണ്ടോ, നല്ല രസമാണ് ഇതിങ്ങനെ കൂട്ടമായിട്ട് അങ്ങോട്ട് പോകുന്നത് കാണാൻ, നമ്മൾ നേരിട്ട് കാണുമ്പോൾ തന്നെ. ഇത് സ്പോട്ടഡ് ഡിയർ. പിന്നെ നമ്മൾ ആ സൂവിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും കണ്ടോ, നമുക്കിവിടെ ഇരിക്കാൻ വേണ്ടി ഒരു ഹട്ട് പോലെയുണ്ട്, മുളയൊക്കെ വെച്ചുണ്ടാക്കിയ ഒരു ഹട്ട്. അവിടെ നമുക്ക് വിശ്രമിക്കാം. ഈ വഴി പോകുമ്പോൾ നമുക്ക് എലിഫൻറ്റ് കേവിലോട്ട് പോകാം. ചുറ്റും കാടാട്ടോ, ഒരു ഫോറസ്റ്റ് ആംബിയൻസ് തന്നെ. നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ തന്നെ അവിടെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, എത്ര ആനകളുണ്ടെന്നും അതിൻ്റെ പേരും അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം വെച്ചിട്ടുണ്ട്. കുറേ എണ്ണത്തെ അതുങ്ങളുടെ
ഓരോരോ ആനകൾക്കും ഓരോരോ സ്പേസാണ്. അപ്പോൾ ചിലതുങ്ങളെ ഇങ്ങനെ ആ കാട്ടിനുള്ളിൽ കെട്ടിയിട്ടുണ്ട്. ഒരെണ്ണം മണ്ണ് വരി കളിച്ചുകൊണ്ടിരിക്കുക. ഇതുങ്ങളൊക്കെ കാട്ടിനുള്ളിലാട്ടോ. ഒരെണ്ണം അതിൻ്റെ സ്വന്തം വീട്ടിൽ നിൽപ്പുണ്ട്. ഇത് ഭയങ്കര കമ്പനിയാട്ടോ. നമ്മൾ സംസാരിക്കുവാണെങ്കിൽ തിരിച്ച് റെസ്പോണ്ടൊക്കെ ചെയ്യും. ഇവരൊന്നും വലിയ മൈൻഡൊന്നുമില്ല. ഇതുണ്ടോ, ഈ ആന ഭയങ്കര കമ്പനിയാണ്. നമ്മൾ സംസാരിക്കുവാണെങ്കിൽ ഇങ്ങനെ തലയാട്ടുമോ നമ്മൾ പൂവാട്ടോ എന്നൊക്കെ പറയുമ്പോൾ കണ്ടോ, ഞങ്ങൾ മിണ്ടുന്നതിനനുസരിച്ചാണ് അതവിടെ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആളുടെ അടുത്ത് കുറേ നേരം നിന്നു. ആ ആന മാത്രമേ ഉള്ളൂ ഒരു സ്നേഹം കാണിച്ചുള്ളൂ. മറ്റവരെല്ലാം ഗൗരവക്കാരായിരുന്നു. പെരുമ്പാവൂരിലോട്ട് ആരെങ്കിലും ഒരു യാത്രയൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കോടനാട് എലിഫൻറ്റ് പാർക്കും കാപ്രിക്കാട് സൂ ഒക്കെ ഒരു മസ്റ്റ് വാച്ചിങ് പ്ലേസ് ആണ്. കുട്ടികൾക്കൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാനും നമ്മുടെ ഒരു ഹാഫ് ഡേ നമുക്ക് വെൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും. പിള്ളേർക്കൊരു എൻജോയ്മെൻറ്റ് എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആയിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്. കമ്പ് വല്ലയിടത്ത് അറിയണ്ടേ?